ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള അമ്പലമാണ് കേട്ടോ. ഇത് മോസനിലുള്ള വിഷ്ണു ശിവ ടെമ്പിളാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. രാവിലെ ഞങ്ങൾ അമ്പലത്തിലെത്തി, അർച്ചനയെല്ലാം കഴിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് നേരം അമ്പലത്തിൽ ടൈം സ്പെൻഡ് ചെയ്തു. മനസ്സിനൊരു സമാധാനമായി. അവിടെ ബുക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബുക്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വണ്ടിയിലിരുന്നപ്പോഴാണ് ചേട്ടായി ഈ പാരിജാതത്തെക്കുറിച്ചിട്ടുള്ള ഒരു കഥ മോന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ കഥ നിങ്ങളും കേട്ടോളൂ. ജസ്റ്റ് ഫോർ ഫണ്ണാട്ടോ. ദേവന്മാരെ അമരന്മാരെന്നാണ് വിളിച്ചത്. അമരന്മാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കില്ല. പക്ഷെ കയ്യിലാണെങ്കിൽ കാളാമ്പ്രഭും കുട്ടീശ്വരം മാത്രമേ വേട്ടവളിയന്മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ആളിയന്മാര് അവസാനം ഈ പറഞ്ഞ മാതിരി അമരത്വം നഷ്ടപ്പെട്ടു. അവർ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ആയി. ആർക്കും ജരാനരകൾ ബാധിച്ചു. ജരാനരകൾ എന്ന് പറഞ്ഞാൽ ശരീരം ചുക്കിച്ചുളിയും തലമുടി നരച്ചു പോവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജരാനരകൾ എന്ന് പറയുന്നത്. അതൊരളിയന്മാര് പിന്നെ കംപ്ലീറ്റ് ഇപ്പോൾ ഗ്ലാമറിൽ നടന്നുകൊണ്ടിരുന്ന ടീമുകൾക്കെല്ലാം വയസ്സാവാൻ തുടങ്ങി. അപ്പൊ ഈ മേപ്പടിയന്മാരെല്ലാം കൂടെ പോയിട്ട് മഹാവിഷ്ണു ആശാനടുത്ത് ചോദിച്ചു, ഇതിന്റെ ഒരു പരിഹാരം വേണം. വാട്ട് ഈസ് ദ റെമഡി ഓഫ് ദീസ് തിങ്സ്? അപ്പൊ അളിയൻ പറഞ്ഞു, പാലാഴി എന്ന് പറയുന്ന ഈ മേപ്പടിയാൻ കിടന്നുറങ്ങുന്ന കടല് ഇതിന്റെ അടിയില് അമൃതം എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. അമൃത് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കഴിവുകൾ കിട്ടും. പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല, പറയുന്ന വയസ്സാവില്ല, മരണമില്ല, അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ അത് എടുക്കണമെന്ന് പറയും. അപ്പൊ ഈ അമൃത് എന്ന് പറയുന്നത് ഈ പാലാഴി എന്ന് പറയുന്ന ഈ കടലിന്റെ അടിയിൽ കിടക്കുകയാണ്. അപ്പൊ ഇതിനെടുക്കണം. എടുക്കാൻ വേണ്ടി ചുമ്മാ ചെന്നിട്ട് മുങ്ങയിടാം. അന്നത്തെ സ്കൈ ഡൈവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അളിയന്മാരെന്ന് പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു മത്ത് എന്ന് പറഞ്ഞാൽ തൈര് കടയുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ കടയണം. അങ്ങനെ മന്ധര എന്ന് പറയുന്ന പർവ്വതത്തിനെടുത്ത് കടലിലിടാം. അത് വെച്ച് കടലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. അപ്പൊ ഈ സാധനത്തിനെ വലിക്കാൻ വേണ്ടിയുള്ള ഒരു കയറ് വേണം. അപ്പൊ അമ്മാതിരി നീളമുള്ള കയറൊന്നും അന്ന് റോപ്സ് ആൻഡ് ഡെവലപ്മെന്റ് കൺട്രീസിൽ ഇല്ലായിരുന്നു. അപ്പൊ അളിയനെ ചെയ്ത് പറഞ്ഞു, ശിവന്റെ കഴുത്തിലൊരു പാമ്പ് കിടപ്പുണ്ട്. അപ്പൊ ഈ പാമ്പിനെ എടുത്ത് നമുക്ക് കയറാക്കാം. ഓക്കെ റൈറ്റ്. അപ്പൊ ഒരു സൈഡിൽ ദേവന്മാർ പിടിക്കും, മറു സൈഡിലും കൂടെ പിടിച്ചാലേ ഇതിനെ അങ്ങോട്ടും കൂടെ വലിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ടീംസിന്റെ ലൈഫ് ലോങ് എനിമീസ് ആയിരുന്നു റിയൽ ഹീറോസ് ആയിട്ടുള്ള അസുരന്മാര്. അപ്പൊ അളിയന്മാരെടുത്ത് പറഞ്ഞു, ഓക്കെ നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാം. നമ്മള് രണ്ട് ടീമും കൂടി ഈ പറയുന്ന പാലാഴി കടയാൻ പോവുകയാണ്. കിട്ടുന്ന സാധനങ്ങളെല്ലാം 50-50 അടിക്കാന്നൊക്കെ പറഞ്ഞു. ഓക്കെ റൈറ്റ്. പവർ അസുരസ് അവര് നല്ലവന്മാരായിരുന്നു. അളിയന്മാരെല്ലാം കൂടെ സമ്മതിച്ചു. അപ്പൊ ഈ ടീമുകളെല്ലാം കൂടെ ചെന്നിട്ട് അറഞ്ഞം പുറഞ്ഞം ഈ പാമ്പിനെ വെച്ചിട്ട് പാലാഴി കൂടെ കടയാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അങ്ങനെ പാലാഴി കടഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു. കാമധേനു എന്ന് പറയുന്ന വലിയ കഴിവുകളുള്ള അല്ലെങ്കിൽ അത്ഭുത സ്ഥിതികളുള്ള പശു, പിന്നെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ആൻഡ് വൺ ആൻഡ് ഒൺലി കോക്കനട്ട് ട്രീ, പിന്നെ പലതരത്തിലുള്ള ഐരാവതം എന്ന് പറയുന്ന 4 കൊമ്പുകളുള്ള വൈറ്റ് എലിഫന്റ്, മെലിനോമ എന്ന് പറയുന്ന അസുഖമായിരുന്നു ആ സാധനത്ത് ഉണ്ടായിരുന്നത്. ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. പോട്ടെ പോവാ. അപ്പൊ അങ്ങനെ ഇത് വലിയോട് വലിച്ച് നമ്മളായാലും കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാല് നമ്മള് ഛർദിക്കും. യു മീൻ ഇറ്റ്സ് റിയലി വാൾ. അപ്പൊ എന്താ പാമ്പ് അന്ത മാതിരി പെരിയ പാമ്പ്, അന്ത പാമ്പിനെ അങ്ങോട്ടെ വലിച്ച് ഇങ്ങോട്ടെ വലിച്ച് അത് ഛർദിച്ചു. അപ്പൊ അങ്ങനെ പുറത്തു വന്ന വിഷത്തിന്റെ പേരാണ് കാളകൂടം. അപ്പൊ ആ വിഷം താഴെ വീണുപോയാൽ 14 ലോകവും നശിച്ചു പോകുമെന്ന് മനസ്സിലായിട്ട് ദ റിയൽ ഹീറോ, അന്തകാലത്തിലെ 6 pack man, ദ ബ്രേക്ക് ഡാൻസർ മിസ്റ്റർ പരമശിവൻ കണ്ട് മഞ്ഞക്കാറ് ബ്ലഡി ഫൂൾ. പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ മഞ്ഞക്കാരനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അന്തമാതിരി മനുതൻ ഇന്ത വിഷത്തിനെ കയ്യിലെ എടുത്തു. ആളിയനത് ഈ വിഷത്തിനെ കയ്യിലെടുത്തിട്ട് വാറ്റാക്കൂടി, കാരണം ഇത് താഴേക്ക് പോയാൽ തീർന്നില്ലേ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് കക്ഷിയുടെ റിയൽ ആൻഡ് റിയലി വാമഭാഗം ശ്രീമതി പാർവതി ആശാത്തി ഒഴിയുന്നു. അണ്ണായി കുടിക്കാൻ മാട്ടെ അങ്കയ്യാ കുടിക്കാൻ മാട്ടെ സത്ത് തൊലഞ്ഞിടുവേൻ എന്ന് പറഞ്ഞിട്ട് അളിയന്റെ കഴുത്തിലേക്ക് കയറി കൂപ്പിട്ടെ ഇനി കഴുത്തിൽ പിടിച്ച് കൊക്കയ്ക്ക് ചെക്കി. അന്ത വിഷം കീഴോട്ടും പോയില്ല മുകളിലോട്ടും പോയില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷം പാവം നമ്മുടെ റിയൽ ആൻഡ് റിയലിസ്റ്റിക് ഹീറോ മിസ്റ്റർ പരമശിവന്റെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിക്കിടന്നു. അവിടെ നീല കളറായി. സോ ആ മൊമെന്റ് മുതലാണ് ആ മേപ്പടിയാന് പുതിയൊരു പേരും അടിച്ചു കൊടുത്തു, നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠനല്ല, റിയൽ നീലകണ്ഠൻ. അപ്പൊ അങ്ങനെയാണ് ഈ സാധനം ശിവന്റെ കഴുത്തില് നീലിച്ച് കിടക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ഒരു അതിവിശിഷ്ടമായ ഈ പറയുന്ന പൂവാണ് നമുക്ക് ഇന്ന് കിട്ടിയ പാരിജാതം. എന്താ അല്ലേ, ഇങ്ങനെയും പറയാൻ കഥ. കുഞ്ഞുണ്ണിക്ക് കാര്യം ഏകദേശം പിടികിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുഞ്ഞുണ്ണിയും ഉണ്ണിയും കൂടെ ചെസ്സൊക്കെ കളിച്ചു. ആക്ച്വലി ഞങ്ങൾ പോയത് ഈ നിൽക്കുന്ന ചീര വാങ്ങാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ കൈ നിറയെ ചിരയായിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും സൈചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ആകെ അങ്ങ് ടയേർഡായതുപോലെ തോന്നിയപ്പോഴേക്കും ഞാൻ ഈ ഐ പാക്ക് സിറം ഒന്ന് വെച്ചായിരുന്നു. നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ടയേർഡ്നെസ് ഒക്കെ അങ്ങ് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ മിനി വ്ളോഗ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.